നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെയും ഉണ്ടായിരുന്ന ആദി വിഷമങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം സമ്പൂർണമായ അവസാനമാണ് ഈ വിഷു പുലരിയോടെ വന്നണയുന്നത്. ജീവിതത്തിൽ ഇതുവരെയുണ്ടായിരുന്ന നിരാശകളെല്ലാം മാറി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ അനുഭവ യോഗ്യമായി ഗുണഫലങ്ങൾ തരുന്ന വർഷമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സന്തോഷജനകങ്ങളായ വളരെയധികം ഗുണഫലങ്ങളാണ് ഈ വർഷം കരഗതമാകുന്നത്. നിങ്ങൾക്ക് യൂണിഫോം ജോലികളിൽ തിളങ്ങുവാൻ സാധിക്കുന്നു. ജോലിക്കാർക്ക് തൊഴിൽ സംബന്ധമായ ആദികളൊന്നും തന്നെ പ്രദാനം ചെയ്യാത്ത തികച്ചും സമാധാനപൂർണമായ ഒരു വർഷമാണിതെന്ന് വേണം പറയുവാൻ. വിദ്യാർത്ഥികൾക്കാകട്ടെ നല്ല സമയമാണ്. അവരുടെ പഠനാവശ്യത്തിനും മറ്റും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്നതല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ വീടും സ്ഥലവും വാങ്ങുകയോ നിങ്ങളുടെ ഭൂമിയിൽ വാസ്തു അനുസരിച്ചുള്ള ഗൃഹനിർമ്മാണമോ സാധ്യമാണ്. ഇനി വിവാഹ, കുടുംബ, സാമൂഹിക, സാമ്പത്തിക കർമ്മരംഗങ്ങളിൽ വളരെയധികം അനുയോജ്യമായ ഫലാർഹമായ കാര്യങ്ങളാണ് ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരുന്നത്. സിനിമ, കലാസാഹിത്യ കർമ്മരംഗങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വളരെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മറ്റ് നൂതനമായ വ്യാപാരങ്ങളിലൂടെയുള്ള ജീവിത സന്ധാരണ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ദാനം, ധർമ്മപ്രവൃത്തികൾ, സഹായങ്ങൾ, നല്ല സംസാര ശൈലി, എവിടെയും ചെന്നെത്തിയുള്ള നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവ വഴി വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ കരഗതമാവുന്നതായാണ് കാണുന്നത്. നിങ്ങൾ സിനിമ മേഖലയിലുള്ളവരാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ കർമ്മത്തിൽ നിന്നും ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ അംഗീകാരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ, കൂടാതെ ഒരു ജന്മം മുഴുവൻ സന്തോഷിക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഫലങ്ങൾ, മറ്റുള്ളവരുടെ പൊതുസമ്മതി
സ്നേഹ ആദരവുകൾ, ബഹുമാനം എന്നിവയും വന്നു ചേരുന്നതായിട്ടാണ് തെളിയുന്നത്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്കും എല്ലാ തരത്തിലുള്ള പ്രശസ്തിയും നേട്ടങ്ങളും സമസ്ത ഗുണഫലങ്ങളും അനുഭവിക്കുവാനുള്ള അവസരങ്ങളും വരുന്നുണ്ട്. മറ്റുള്ളവരോടും കുടുംബാംഗങ്ങളോടെന്ന പോലെ തന്നെ പെരുമാറുവാനും സഹായിക്കുവാനുമുള്ള നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, അന്യനാടുകളിൽ നിന്നും മറ്റു വിദൂര ദേശങ്ങളിൽ നിന്നുമെല്ലാം പ്രശസ്തിക്കും യശസ്സിനും തിരിച്ചറിവിനും കാരണമാകുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ആളാവും നിങ്ങൾ. വളരെ കാലമായി നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ, മഹത് വ്യക്തികളെ കാണാനാവും. സമൂഹത്തിൽ ഉന്നത സ്ഥാനലബ്ധി, ഉത്സവങ്ങളിലും പൊതുപരിപാടികളിലുമുള്ള മഹനീയ സ്ഥാനങ്ങൾ എന്നിവ നിങ്ങളിൽ വന്നു ചേരുന്നതായി തെളിയുന്നു. കാർഷിക രംഗം, ബിസിനസ് എന്നീ രംഗങ്ങളിലുള്ളവർക്കും ഇത് വിളവെടുപ്പിൻ്റെ സമയമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ മുൻപ് ചെയ്തു തീർത്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്നെ പൂർണ്ണതയിലെത്തിച്ചേരുന്നതായി, അതിൻ്റെ ഫലം സിദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം വളരെ അനുകൂലമായ രീതിയിൽ ഉള്ള ഫലങ്ങൾ നിങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു. എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുന്ന സമയമാണിത്. നിങ്ങളുടെ നിലവിലുള്ള ഭവനം മോടി പിടിപ്പിക്കുവാനുള്ള അവസരം വരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് വളരെയധികം സ്നേഹബഹുമാനം, ആദരവുകളിൽ അധിഷ്ഠിതമായ സ്വാധീനമാണ് കാണുന്നത്. നിങ്ങൾക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും നിങ്ങളുടെ നിലപാടും മനോഭാവവും മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ വരുന്നു. വിദേശയാത്രകൾ നടത്തുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പിന്നീട് പല ഗുണഫലങ്ങളും കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരിക്കൽ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയത് തിരികെ വന്നു ചേരുന്ന വർഷമാണിത്. കൂടാതെ ഒരു പുതിയ വാഹനം നിങ്ങൾക്ക് ലഭിക്കാൻ, സമ്മാനമായി ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. ഇനി അവിവാഹിതർക്കാകട്ടെ ജീവിതത്തിലെ സുന്ദരമായൊരു ഭാഗ്യസമയമായാണ് ഈ വർഷം മെയ് മാസം പകുതി മുതൽ കൈവരുന്നത്. പ്രണയസാഫല്യം, വിവാഹത്തിലേക്കെന്ന ദീർഘമായ സ്നേഹബന്ധം തുടങ്ങിയവ അനുഭവയോഗ്യം. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗ്യാവസരമാണ് ഈ വർഷം ഇവർ കരഗതമാക്കുന്നത്. ഇനി വിവാഹിതരാണെങ്കിലോ നിങ്ങൾക്ക് വളരെയധികം സന്തോഷഭരിതവും സന്തുഷ്ടി നിറഞ്ഞതുമായ ഒരു ദാമ്പത്യ കുടുംബജീവിതമാണ് കൈവരുന്നത്. സന്താനങ്ങളെ ഓർത്തുള്ള ആദിയോ ഉത്കണ്ഠയോ ഒന്നും തന്നെ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യത കാണുന്നില്ല. നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തു തന്നെ, എന്നാൽ അവരുടെ അനുകൂല ഭാവത്തിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങളും സഹോദര സ്ഥാനത്തുള്ളവരും അവരുടെ സന്താനങ്ങളും ഒത്തൊരുമയോടുകൂടി നിങ്ങളോട് സഹകരിക്കുന്നത് അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇത് വളരെ അപൂർവമായിട്ട് ആ കുടുംബങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മഹത്തായൊരു ഭാഗ്യം അനുഭവിക്കുന്ന ഒരു വർഷമാണെന്ന് പറയാം. മുതിർന്ന സന്താനങ്ങൾക്കോ വളരെ അടുത്ത മറ്റു കുടുംബങ്ങൾക്കോ ലഭിക്കുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് അഭിവൃദ്ധി നിങ്ങളുടെ കുടുംബത്തിന് മറ്റൊരു മഹാഭാഗ്യം കൂടി പ്രദാനം ചെയ്യുന്ന കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ മാതാ പിതൃസ്വത്തുക്കൾ നിങ്ങൾക്ക് അവകാശപ്പെടുന്നതായും അവയെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായും കാണുന്നു. കൂടാതെ പൂർവിക മാതാപിതൃക്കളിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കുന്ന സന്തോഷഭാവം, അതായത് നിങ്ങളുടെ പൂർവികർക്കും മാതാപിതൃക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷം, നിങ്ങൾക്കത് അനുകൂല ദൃഷ്ടിയായി വന്ന് നിങ്ങളിൽ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കുന്നു. എല്ലാ വിധങ്ങളിലുമുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും ഉള്ള മഹാഭാഗ്യം നൽകുന്നതുമായിട്ടാണ് ഇതിനാൽ തെളിയുന്നത്. അതുപോലെ നിങ്ങളുടെ പിതാവുമായോ പിതൃസ്ഥാനത്തുള്ളവരുമായോ ആയുള്ള ചില അഭിപ്രായ ഭിന്നതകൾക്കുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ അത്ഭുതകരമായ ജീവിതമാറ്റവും നേട്ടങ്ങളും സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പുരോഗതിയും ശത്രുക്കളെ വർദ്ധിപ്പിക്കുകയും ശത്രുദോഷം സംഭവിക്കുവാനുള്ള സാധ്യതയുമുള്ളതുകൊണ്ട് അതീവ ജാഗ്രത ആവശ്യമാണെന്നുകൂടി ഞാൻ പറയുന്നു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും വഴിപാടുകളും വളരെ താല്പര്യത്തോടും എന്നാൽ പരമാവധി പെട്ടെന്ന് തന്നെ
അതായത് വിഷുദിനം മുതൽ 41 ദിനങ്ങൾക്കകം വരുന്ന മെയ് മാസം 24 ഉള്ളിൽ തന്നെ ചെയ്തു തീർക്കുക കൂടി വേണമെന്നുള്ളത് വളരെ അഭിലഷണീയം, ഫലാർഹം. അതുപോലെ ഇതിലുള്ള ഉപേക്ഷ വിപരീത ഫലങ്ങൾ നിശ്ചയം. വളരെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗൗരവത്തോടെ നിങ്ങളെ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്താവുന്നതെന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ചില പൊരുത്തക്കേടുകളും താൽക്കാലികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളും കാണുവാൻ കഴിയുന്നതിനാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. കൂടാതെ യാത്രകളിൽ വളരെയധികം കരുതൽ കാണിക്കേണ്ട സമയമാണ്. വാഹന ഉപയോഗം ശ്രദ്ധയോടെ വേണം. കാര്യങ്ങൾക്ക് ചെറിയ വിഘ്നങ്ങൾ. വിദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നഷ്ടസാധ്യത, ഭയം, സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാതെയാവുക. സന്താനങ്ങൾക്കോ മറ്റ് കുടുംബാംഗങ്ങൾക്കോ ചെറിയ തോതിലുള്ള അസുഖങ്ങൾ എന്നിവ കാണുന്നതിനാൽ തടസ്സ നിവൃത്തികൾക്കും ദൈവാനുകൂലത്തിനും പൂർവിക പിതൃ സന്തോഷത്തിനും വേണ്ടി പിതൃദോഷ പരിഹാര പൂജകളുണ്ടെങ്കിൽ അത് ചെയ്യാം. മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകളുണ്ടെങ്കിൽ അത് ചെയ്യാം. നിങ്ങളുടെ ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇതുകൂടാതെ മഹാവിഷ്ണു, ശിവ, ഗണപതി ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും നിങ്ങൾക്കുണ്ടാകുന്ന സർവ്വവിധ തടസ്സങ്ങൾക്കുമുള്ള പരിഹാരം നേടിത്തരുന്നു. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശത്രുദോഷത്തിന് ദേവീക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഫലാർഹം തന്നെയാണ്. നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒട്ടും താമസിയാതെ ഞാൻ നേരത്തെ നിർദ്ദേശിച്ച ആ തീയതിക്കുള്ളിൽ തന്നെ നടത്തേണ്ടത് വളരെ അനിവാര്യമായി കാണുന്നത് കൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ വർഷം അർഹതപ്പെട്ട എല്ലാവിധ ജീവിത നേട്ടങ്ങളും വിജയങ്ങളും എളുപ്പത്തിൽ തന്നെ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ സിദ്ധിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സര ആശംസകൾ നേരുന്നു. സർവൈശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.